പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ നടുവിൽ ദൈവവചനവുമായി നിൽക്കുവാൻ ദൈവം നൽകി തന്ന കൃപയെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ മറ്റൊരു വിഷയം പ്രസംഗിക്കാനായിരുന്നു ഇരുന്നെങ്കിലും കർത്താവിൻ്റെ വരവിനെ കുറിച്ച് നാം ഉത്തേജിക്കുന്ന, അല്ലെങ്കിൽ നമ്മളൊന്ന് നമ്മുടെ ആ ഒരു പ്രത്യാശ പുതുക്കുന്ന ചില കാര്യങ്ങൾ പറയുവാൻ ഞാൻ പോയിന്റുള്ള പ്രസംഗങ്ങളെക്കാൾ ഉപരി ദൈവത്തിൻ്റെ ഒരു ദൈവ പൈതലിൻ്റെ സംരക്ഷണത്തിൻ്റെ ഉറപ്പും, ആ ദൈവ പൈതലിനെ കർത്താവ് എങ്ങനെ സൂക്ഷിക്കുന്നെന്നും, അതുപോലെ നീതിയിൽ ദൈവത്തിൻ്റെ മുഖത്തെ കാണുവാൻ നാം പ്രത്യാശിക്കണം എന്നുള്ള ഒരു ദൂത് നിങ്ങളോട് പറയുവാൻ ഞാൻ ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നു. അതിനാധാരമായിട്ട് സങ്കീർത്തനം 17-ാം സങ്കീർത്തനം അതിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യം ഒന്ന് വായിക്കാം. 17-ാം സങ്കീർത്തനം 13-ന്റെ യഹോവേ, എഴുന്നേറ്റ് അവനോട് എതിർത്ത് അവനെ തള്ളിയിടണമേ. യഹോവേ, എൻ്റെ പ്രാണനെ നിന്റെ വാൾ കൊണ്ടും ദുഷ്ടന്റെ കയ്യിൽ നിന്നും തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്തു നിന്നും വിടുവിക്കണമേ. അവരുടെ ഓഹരി ഈ ആയുസ്സിലത്രേ. നിന്റെ സമ്പത്ത് കൊണ്ട് നീ അവരുടെ വയറ് നിറയ്ക്കുന്നു. അവർക്ക് പുത്രസമ്പത്ത് ധാരാളമുണ്ട്. തങ്ങളുടെ ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുന്നു. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. പ്രൈസ് ദി ലോർഡ്. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. 17-ാം സങ്കീർത്തനം നാം പഠിക്കുമ്പോൾ നമുക്ക് 2 തരത്തിലുള്ള മനുഷ്യരെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന് ലൗകിക മനുഷ്യൻ, അല്ലെങ്കിൽ അവിടെ ദുഷ്ട മനുഷ്യരെന്നും ലോക മനുഷ്യരെന്നൊക്കെ പറയുന്ന ലൗകിക മനുഷ്യർ. 2 ദൈവ പൈതൽ, അല്ലെങ്കിൽ ദൈവ മനുഷ്യർ. ഞാൻ അവരെക്കുറിച്ച് ഒരു ഡെഫിനേഷൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് ലോക മനുഷ്യൻ, ലൗകിക മനുഷ്യൻ. ലോകത്തിൽ ജനിച്ച്, ലോകത്തിൽ ജീവിച്ച്, ലോകത്തിൻ്റെ സകല സുഖ ഭോഗങ്ങളും അനുഭവിച്ച്, ലോകത്തെ ആസ്വദിച്ച്, ലോകത്തിൽ നിക്ഷേപിച്ച് തൻ്റെ സമ്പാദ്യം മുഴുവൻ തലമുറകൾക്ക് കൈമാറുന്ന ലോക മനുഷ്യൻ. 2 ദൈവ മനുഷ്യൻ, അല്ലെങ്കിൽ ദൈവ പൈതൽ. ലോകത്തിൽ ജനിച്ചു, ലോകത്തിൽ ജീവിച്ചു, എന്നാൽ ദൈവത്താൽ അവർ തെരഞ്ഞെടുക്കപ്പെട്ടു. ഞാനും നിങ്ങളും ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ സ്വർഗീയ നിക്ഷേപങ്ങളെ, ലോകത്തിലുള്ള സകല നിക്ഷേപങ്ങളെക്കാളും വലിയതെന്നെണ്ണി നീതിയിൽ ദൈവത്തിൻ്റെ മുഖത്തെ കാണുവാൻ ആഗ്രഹിക്കുന്ന ദൈവ മനുഷ്യർ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇവരുടെ സ്വഭാവം ഒന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. ലോക മനുഷ്യരുടെ സ്വഭാവം ഒന്ന്, അവര് ഹൃദയത്തെ അടച്ചു വെച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവർ ഹൃദയത്തെ അടച്ചു വെച്ചിരിക്കുന്നു. മറ്റൊന്നും അവർ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് ഒന്നും കേൾക്കുവാനോ അനുസരിക്കുവാനോ വിധേയപ്പെടുവാനോ അവർ ഒരുക്കമല്ല. അതിൽ ഹൃദയത്തെ അടച്ചു വെക്കുന്നു. 2, അവർ വായ് കൊണ്ട് വമ്പ് പറയുന്നു. അവർ ലോകത്തിലെ നേട്ടങ്ങളെല്ലാം അവരുടെ വായ് കൊണ്ട് വമ്പ് പറഞ്ഞു. 2 കാറുണ്ട്, 3 വീടുണ്ട്, 5 ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ വായ് കൊണ്ട് തങ്ങളെ കൊണ്ട് എന്തൊക്കെ സാധിക്കുമെന്ന് പറഞ്ഞു നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ലോക മനുഷ്യന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, നമ്മൾ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, നമ്മൾ വായിച്ചു, വയറ് നിറയ്ക്കുക, കുറേ വല്ലതും കഴിക്കുക, വയറ് നിറയ്ക്കുക. 2, ലോകത്തെ ആസ്വദിക്കുക. 3, കുറേ സമ്പാദിക്കുക, അത് തലമുറകൾക്ക് കൈമാറുക. 4, ദൈവം മനുഷ്യരെ വായ് കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉപദ്രവിക്കുക, അവരെ ആക്രമിക്കുക, അവരെ തള്ളിയിടുക. ഇതാണ് അവരുടെ ലക്ഷ്യം. അവരുടെ പ്രതീക്ഷ എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തെ ആസ്വദിക്കുക. പിന്നീട് അവർ മരിക്കും. തങ്ങൾ സമ്പാദിച്ച സമ്പാദ്യങ്ങളെ മുഴുവൻ ഉപേക്ഷിച്ച് അവർ മരിക്കും. അവർ പോകുന്നത് ദൈവമില്ലാത്ത നിത്യ നരകത്തിലേക്കാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ ദൈവ മനുഷ്യന്റെ സ്വഭാവം ഒന്ന്, കപടമില്ലാത്ത അധരം അവർ കാത്തു സൂക്ഷിക്കുന്നു. നമ്മളത് ആദ്യ ഭാഗങ്ങളിൽ വായിക്കുന്നു. കപടമില്ലാത്ത അധരങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ പൈതൽ. 2, തൻ്റെ വായെ ലംഘനം ഇല്ലാതെ കാത്തു സൂക്ഷിക്കുന്നവരാണ് ദൈവമക്കൾ. 3,
നടപ്പിനെ അവർ തങ്ങളുടെ നടപ്പ് ദൈവത്തിന്റെ വഴിയിലാണോ, ദൈവത്തിന്റെ ഹൃദയപ്രകാരമാണോ, ദൈവത്തിന്റെ പാതയിലാണോ എന്ന് അവർ സൂക്ഷിച്ച് അവർ നടക്കുന്നു എന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കും. അതുപോലെ നാലാമതായിട്ട് അവർ സങ്കീർത്തനം 17:4 മനുഷ്യരുടെ പ്രവർത്തികളെ കണ്ടിട്ട് ഞാൻ നിന്റെ അധരങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരന്റെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നിഷ്ഠൂരൻ എന്ന പറയുന്നതിന് ഇംഗ്ലീഷ് ബൈബിളിൽ ചില തർജ്ജിമയിൽ വയലന്റ് മാൻ എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അതിനോട് ആ വാക്കിനോട് കൂടുതൽ യോജിക്കുവാൻ ആഗ്രഹിക്കുന്നു. കാരണം ചില ആളുകളുണ്ട് നീതികേട് പ്രവർത്തിച്ചിട്ട് അവരാണ് ശരിയെന്ന് കാണിക്കുവാൻ they use violence. അവർ അക്രമങ്ങളും അല്ലെങ്കിൽ അവരുടെ ഷൗട്ടിങ്ങും എല്ലാം അഴിച്ചുവിട്ട് അവർ ശരിയാണെന്ന് സ്ഥാപിച്ചെടുക്കുന്നവരിൽ നിന്ന് സൂക്ഷിച്ചൊഴിയുവാന്നുള്ള വളരെ പ്രയാസമുള്ള കാര്യമാണ്. കാരണം അവർ നീതികേട് കാണിക്കുന്ന അവരുടെ പ്രവൃത്തി കണ്ടിട്ട് ചിലപ്പോൾ നമുക്ക് ഒഴിഞ്ഞു പോകാം. പിന്നെ നമ്മളോട് വയലൻസും കൂടെ കാണിക്കുമ്പോൾ നമ്മളത് ചിലപ്പോൾ ഒഴിഞ്ഞു പോകുവാൻ വളരെ പ്രയാസമുള്ള ഭാഗമാണ്. എന്നാൽ ഇതിലൊരു ദൈവകൃപയുണ്ടെങ്കിൽ മാത്രമേ അതിനെ സൂക്ഷിച്ച് ഒഴിഞ്ഞു പോകുവാൻ സാധിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഈ നാളുകളിൽ ദൈവസഭയിലും ഇങ്ങനെയുള്ള ആളുകൾ പെരുകിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ സാരം, നിഷ്ഠൂരന്റെ പാതകളെ മനുഷ്യരുടെ നീതികേട് കണ്ടിട്ട് അവർ സ്ഥാപിക്കുന്ന അല്ലെങ്കിൽ അവരുടെ വയലൻസിനെ സൂക്ഷിച്ചൊഴിയുന്നതാണ് ഒരു ദൈവ പൈതലിന് അനിവാര്യമായ കാരണം. ഈ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കാൻ നമ്മുടെ നടപ്പിനെ സൂക്ഷിക്കേണ്ടത് അത്യന്താവശ്യമായ ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതലിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ദൈവവചനപ്രകാരം ജീവിക്കുക, ദൈവവചനത്തെ മനസ്സിലാക്കുക, അതിനെ ആരായുക, അതിൻ പ്രകാരം ജീവിക്കുവാൻ ശ്രമിക്കുക. 2, അവർ ദൈവിക സംരക്ഷണം ഉറപ്പുവരുത്തുക. പ്രൈസ് ദി ലോർഡ്. അവരുടെ ദൈവത്തിന്റെ വാക്തത്വം, നമ്മൾ ആ 17-ാം സങ്കീർത്തനം മുഴുവൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ദൈവം കൊടുക്കുന്ന സംരക്ഷണം അത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഒരു ദൈവ മനുഷ്യന്റെ, ഒരു ദൈവ പൈതലിന്റെ ലക്ഷ്യം. പിന്നീട് അവരുടെ അന്ത്യം നീതിയിൽ ദൈവത്തിന്റെ മുഖത്തെ കാണും. പ്രൈസ് ദി ലോർഡ്. ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയപ്പോൾ ഇല്ലാഞ്ഞതും എന്നാൽ ഈ കാലഘട്ടത്തിൽ അനേക വിഭാഗങ്ങളിലുള്ള മനുഷ്യരെ, ലോകമനുഷ്യരാണെങ്കിലും ദൈവമനുഷ്യരാണെങ്കിലും അനേക വിഭാഗങ്ങളിലുള്ള ലോകമനുഷ്യരും ദൈവമനുഷ്യരും പെരുകിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതിൽ ദൈവമനുഷ്യരിൽ പരിണമിച്ചുണ്ടായ 2 മനുഷ്യരെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, കുഴഞ്ഞ മനുഷ്യൻ, ആശയക്കുഴപ്പത്തിലായ മനുഷ്യർ. 2, ഞായറാഴ്ച മനുഷ്യൻ അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് മാൻ. ഇങ്ങനെ 2 വിഭാഗത്തിലേക്ക് ഞാൻ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ തൊടുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, കുഴഞ്ഞ മനുഷ്യൻ. ഇത് ദൈവ മനുഷ്യനിൽ നിന്ന് പരിണമിച്ചുണ്ടായ ഒരു മനുഷ്യ വിഭാഗമാണ്. പ്രൈസ് ദി ലോർഡ്. അവരുടെ ആശയക്കുഴപ്പത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം അവർക്ക് വന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ദൈവവചനത്തിൽ നിന്ന് അകന്ന് ദൈവവചനത്തെ സ്നേഹിക്കുവാനോ ദൈവവചനത്തിനെ ആരായാനോ അവർക്ക് മനസ്സ് കൊടുക്കാതെ ദൈവവചനത്തിൽ നിന്ന് അകന്ന് കേൾക്കുന്ന വചനമെല്ലാം സത്യമെന്ന് അവർ വിചാരിച്ച് അവിടെ കേൾക്കുമ്പോൾ അത് സത്യമെന്നും ഇവിടെ കേൾക്കുമ്പോൾ ഇത് സത്യമെന്നും വിചാരിച്ച് ദൈവവചനത്തെ മനസ്സിലാക്കാതെ ദൈവവചനത്തിൽ അടിസ്ഥാനമില്ലാതെ കുഴഞ്ഞു പോകുന്ന മനുഷ്യർ, അവരാണ് ഓടിച്ചെന്ന് പാപം മുറിക്കാനും ശാപം മുറിക്കാനും ഒക്കെ ചെന്ന് നിന്നു കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ സാരം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം ആരായുമ്പോഴാണ്, ദൈവവചനത്തെ വായിച്ചു മനസ്സിലാക്കുമ്പോഴാണ് അല്ലെങ്കിൽ ദൈവം നമ്മളോട് ഇടപെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാനൊരു കാര്യം പറയട്ടെ. അക്ഷരം കൂട്ടി വായിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട്, ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ട് ഈ ദൈവവചനത്തെ ഞാൻ സ്നേഹിച്ചു. ഞാൻ അക്ഷരം കൂട്ടി വായിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഈ വചനത്തെ ഞാൻ ഉറക്കെ വായിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാനസാന്തരവും ഏറ്റവും കൂടുതൽ ഗൈഡൻസും കിട്ടിയിട്ടുള്ളത് ഈ ദൈവവചനത്തിൽ ഞാൻ പേഴ്സണലായിട്ട് വായിച്ചപ്പോഴാണ്. പലപ്പോഴും ദൈവവചനത്തെ അല്ലെങ്കിൽ മനസ്സിലാക്കി തരുവാൻ നമ്മൾ ഒരു പൊട്ടനെ പോലെ, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഈ ഒച്ചത്തിൽ ഈ വേദപുസ്തകം വായിച്ചിട്ടുണ്ട്. എന്നാൽ അല്ലെങ്കിൽ എൻ്റെ ആവശ്യഘട്ടങ്ങളിൽ, എൻ്റെ പ്രയാസഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഈ ദൈവവചനം എന്നെ വ്യക്തിപരമായി ഇടപെട്ട് അല്ലെങ്കിൽ എനിക്ക് ആശ്വാസം തന്നുകയും എനിക്കുള്ള മാർഗനിർദ്ദേശം നൽകി തരികയും ചെയ്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഗ്രഹമുണ്ടെങ്കിൽ അത് ഈ ദൈവവചനത്തെ സ്നേഹിച്ചത് കൊണ്ട്
കൊണ്ടും ഈ ദൈവവചനത്തെ ആരാഞ്ഞതും കൊണ്ടുള്ള അനുഗ്രഹമാണ് എന്ന് ഞാൻ അഭിമാനം പറഞ്ഞുകൊള്ളട്ടെ. ഇന്ന് പകൽക്കാലം ദൈവവചനത്തെ അനുസരിക്കുവാൻ, ദൈവവചനത്തെ ആരായുവാൻ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തെ ഇന്ന് പകൽക്കാലം ഒന്ന് തുറക്കാം. പ്രൈസ് ദി ലോർഡ്. 2, ഞായറാഴ്ച മനുഷ്യൻ അല്ലെങ്കിൽ കപടത കൊണ്ടു നടക്കുന്ന മനുഷ്യർ. ദൈവ മനുഷ്യന്റെ മറ്റൊരു പരിണാമമാണ് കപടത ഉള്ളിൽ കൊണ്ടു നടക്കുന്ന മനുഷ്യർ. ഇങ്ങനെയുള്ളവരുടെ പ്രത്യേകത, ഇവർക്ക് ലോകത്തെയും വേണം, ദൈവത്തെയും വേണം. ലോകത്തിലുള്ള സ്ഥാനമാനങ്ങളും ലോകത്തിലുള്ള ലോകത്തെയും ആസ്വദിക്കണം. ഇവിടെ ദൈവസഭയിൽ വന്നാൽ അവർക്ക് മുന്തിയ സ്ഥാനവും മാനവും അംഗീകാരവും ലഭിക്കണം. ഇതിനുവേണ്ടി അവർ ചെയ്യുന്നത്, ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ ലോകത്തിൻ്റെ മുഖംമൂടി ധരിക്കും. സഭയിലേക്ക് വരുമ്പോൾ ആത്മീകന്റെ മുഖംമൂടി ധരിക്കും. പ്രൈസ് ദി ലോർഡ്. അവർ അങ്ങനെ അഭിനയ പാഠവും കാഴ്ചവെച്ച് ആത്മീകന്റെ അഭിനയ പാഠവും കാഴ്ചവെച്ച് വളരെ നല്ലൊരു വിശ്വാസി എന്ന് മറ്റുള്ളവർ മുമ്പിൽ പ്രകടിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സദൃശ്യവാക്യം 24:12 നമ്മളിങ്ങനെ വായിക്കുന്നു, ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവൻ ഗ്രഹിക്കുന്നില്ലയോ? നിന്റെ പ്രാണനെ കാക്കുന്നവൻ, ഹല്ലേലൂയ, മനസ്സിലും നിന്റെ പ്രാണനെ കാക്കുന്നവൻ അറിയയില്ലയോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന കാലയളവിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കപടതകൾ, കാപട്യങ്ങൾ മാറ്റി ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ നാം ഇന്ന് പകൽക്കാലം തയ്യാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ സാങ്ച്വറിയുടെ അകത്തേക്ക് പലരെയും നമ്മുടെ ചർച്ചകളിലൊക്കെ പലരെയും നമ്മൾ സാങ്ച്വറിയുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആത്മീകന അന്യഭാഷയും പുറത്തേക്ക് പോകുമ്പോൾ മറ്റു ഭാഷകളും പറയുന്ന അനേകരെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കർത്താവ് വരാറായി. അല്ലെങ്കിൽ നമ്മുടെ കാപട്യങ്ങൾ നീക്കി ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ ദൈവമക്കൾ ഇന്ന് പകൽക്കാലം തയ്യാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. 14-ാം സങ്കീർത്തനത്തിലെ 2 കോണ്ടസ്റ്റുകൾ ഞാനൊന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കോണ്ടസ്റ്റ് ഒരു ദൈവ പൈതലിൻ്റെ ശരണവും ഉറപ്പുമാണ്. പ്രൈസ് ദി ലോർഡ്. ലോക മനുഷ്യന് അനുവാദമുണ്ടായിരുന്നെങ്കിൽ അവൻ ആദ്യം ഇല്ലായ്മ ചെയ്യുന്നത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന, ദൈവത്തെ അറിയുന്ന ദൈവമക്കളെയാണ്. എന്നാൽ അവനെ ഇല്ലായ്മ ചെയ്യുവാൻ, അവനെ ഇല്ലാതാക്കുവാൻ അവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മളെ ഒരു ദൈവ പൈതലിന്റെ സംരക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, 2 സെക്രിയ പ്രവചനം 2-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഞാൻ അതിന് നടുവിൽ തീമതിലായിരിക്കും, ഞാൻ അതിന് നടുവിൽ മഹത്വമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രൈസ് ദി ലോർഡ്. മൃഗങ്ങളുടെയും അല്ലെങ്കിൽ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും സമത്വം മതിലില്ലാതെ തുറന്നു കിടക്കുന്ന യെരൂശലേമിൽ, അല്ലെങ്കിൽ ദൈവം വിളിച്ചു പറയുന്നു, ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കും, ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഏതിന്റെ നടുവിൽ ദൈവത്തിന് മഹത്വമെങ്കിൽ അതിന് ചുറ്റും ദൈവം തീമതിലാണ്. നമ്മുടെ പേഴ്സണൽ ജീവിതത്തിന് ചുറ്റും ദൈവത്തിനാണ് മഹത്വമെങ്കിൽ ദൈവം അതിന് ചുറ്റും തീമതിലാണ്. നമ്മുടെ കുടുംബ ജീവിതത്തിൽ ദൈവത്തിനാണ് മഹത്വമെങ്കിൽ അവൻ അതിന് ചുറ്റും തീമതിലാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജോലിയിൽ ദൈവത്തിനാണ് മഹത്വമെങ്കിൽ അവൻ അതിന് ചുറ്റും തീമതിലാണ്. അല്ലെങ്കിൽ ദൈവം തീമതിലാണ്, അവൻ സംരക്ഷിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്ന, അവൻ നമ്മളെ അല്ലെങ്കിൽ ചിറകിന്റെ കീഴിൽ മറച്ചു വെച്ചിട്ട് അവൻ നമ്മളെ കയ്യിൽ വഹിച്ചു കൊണ്ടുപോകുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മളെ തകർക്കുവാൻ ശ്രമിക്കുന്ന ദുഷ്ടൻ മനുഷ്യരുടെ നടുവിൽ ഊരിപ്പിടിച്ച വാളുമായി ദൈവദൂതന്മാർ നമ്മളെ കാത്തു സൂക്ഷിക്കുന്നു. അങ്ങനെ കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാനും നിങ്ങളും ഇന്നും നിലനിൽക്കുന്നത് എന്നുള്ള സത്യം ഞാനും നിങ്ങളും മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മളെ ദൈവം സംരക്ഷിക്കുന്നത് കൊണ്ടാണ്, നമ്മളെ ദൈവം ഉള്ളം കൈയിൽ വഹിച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ പലപ്പോഴും നാം പെട്ടുപോകാതിരുന്നത്, നാം പലപ്പോഴും നശിച്ചു പോകാതിരുന്നു എന്നുള്ള സത്യം നാം മറന്നു പോകരുത്. ദൈവം സംരക്ഷിക്കുന്ന ദൈവമാണ്, ദൈവം പരിപാലിക്കുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. 2-ാമത്തെ കോണ്ടസ്റ്റ് ലോക മനുഷ്യന്റെയും ദൈവ മനുഷ്യന്റെയും അവസാനമാണ്. പ്രൈസ് ദി ലോർഡ്. ലോക മനുഷ്യന്റെ പ്രതീക്ഷ മുഴുവൻ ഈ ആയുസ്സിലാണ്. നമ്മൾ അതാണ് വായിച്ചത്. അവർ കുറെ കൊല്ലം കഴിക്കുക, ലോകത്തെ ആസ്വദിക്കുക, സമ്പാദിക്കുക, പിന്നീട് അവർ മരിക്കുന്നു. ദൈവമില്ലാത്ത അവര്
ദൈവമില്ലാത്ത നിത്യ നരകത്തിലേക്ക് അവർ എത്തിച്ചേരുന്നു. ഒരു ധനവാൻ വിചാരിച്ചു, അല്ലെങ്കിൽ തന്റെ സമ്പത്ത് മുഴുവൻ ഒരു കളപ്പുരയിൽ കൂട്ടി, യോഹന്നാൻ സുവിശേഷം നമ്മൾ വായിക്കുന്നു, അല്ലെങ്കിൽ സമ്പത്ത് മുഴുവൻ കൂട്ടിവെച്ച്, സുവിശേഷം ഞാനത് വായിക്കുന്നില്ല, കൂട്ടിവെച്ച് തന്റെ സമ്പത്ത് മുഴുവൻ കൂട്ടിവെച്ചതിന് ശേഷം അല്ലെങ്കിൽ ധനവാൻ വിചാരിച്ചു, അല്ലെങ്കിൽ എനിക്കിനി ഒന്നും, ഞാനെല്ലാം നേടിയെന്ന് വിചാരിച്ചപ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവിടെ നിന്ന് വിളിച്ചു, മൂടാ, ഇന്ന് രാത്രി നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അറിയുന്നില്ല, അല്ലെങ്കിൽ തങ്ങളുടെ ജീവൻ എപ്പോഴാണ് എടുക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അവർ കളപ്പുറയിൽ എല്ലാം പിന്നെ സമ്പാദിച്ച് കൂട്ടിവെക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുന്നു മരണം. ആ മരണത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം ഈ സമ്പാദിച്ചു കൂട്ടതെല്ലാം ഉപേക്ഷിച്ചു പോകുന്നു, അല്ലെങ്കിൽ ദൈവമില്ലാതെ നമ്മൾ പോകുന്നത് അല്ലെങ്കിൽ ദൈവമില്ലാത്ത നിത്യനരകത്തിലേക്കാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. പ്രൈസ് ദ ലോർഡ്. നമ്മൾ സമ്പാദിച്ചത് മുഴുവൻ ഇവിടെ ഇട്ടേച്ചു പോകുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും പറയാം എലോൺ മസ്ക്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ ലോകത്തിൽ സെക്യൂരിറ്റി ഫോഴ്സ് കൊണ്ട് അല്ലെങ്കിൽ ഏറ്റവും സംരക്ഷിക്കപ്പെടുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ അത് ഡൊണാൾഡ് ട്രംപ് ആണ്. അമേരിക്കൻ മിലിറ്ററി ഡൊണാൾഡ് ട്രംപിനെ ആണ് ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി. അമേരിക്കൻ മിലിറ്ററി ആണ് ഏറ്റവും വലിയ മിലിറ്ററി ഫോഴ്സ്. അതാണ് അമേരിക്കൻ മിലിറ്ററിയാണ് പിന്നെ ഡൊണാൾഡ് ട്രംപിനെ സംരക്ഷിക്കുന്നത്. എന്നാൽ തന്റെ സമ്പാദ്യം എലോൺ മസ്കിന് കൊടുക്കുന്ന ജീവന്റെ ഉറപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഒരു ശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ അമേരിക്കൻ മിലിറ്ററി ഫോഴ്സ് അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിന് കൊടുക്കുന്ന സമ്പാദ്യം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ജീവന്റെ ഉറപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഒരു ശ്വാസം. അല്ലെങ്കിൽ സങ്കീർത്തനം 139:5 144:4 നമ്മളിങ്ങനെ വായിക്കുന്നു, മനുഷ്യനും ശ്വാസമത്രേ ഒരു നിഴല് പോലെ അവൻ നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന്റെ അപ്പുറത്തേക്ക് കടന്നു ചെല്ലുവാൻ സമ്പത്തിനോ അല്ലെങ്കിൽ ശക്തിക്കോ സംരക്ഷണത്തിനോ സുരക്ഷയ്ക്കോ ഒന്നിനും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലെ സമ്പന്നന്മാരോട് വിളിച്ചു ചോദിച്ചാൽ അവർ പറയും അല്ലെങ്കിൽ ഈ സമ്പത്ത് കൊണ്ട് അവർക്ക് ഒരു പ്രതീക്ഷയില്ല. അവരോട് വിളിച്ച് എലോൺ മസ്കിനോട് വിളിച്ച് ചോദിക്കാം, എലോൺ മസ്ക് അങ്ങക്ക് ഹല്ലേലൂയ ജീവൻ പോയാൽ പിന്നെ അങ്ങക്ക് എന്ത് പ്രതീക്ഷയാണുള്ളത്? പ്രൈസ് ദി ലോർഡ്. അവർ പറയും ഒരു പ്രതീക്ഷയുമില്ല. ഹല്ലേലൂയ. അതുപോലെ ഡൊണാൾഡ് ട്രംപിനോട് വിളിച്ചു ചോദിക്കും, തങ്ങളുടെ ജീവൻ പോയാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷയാണുള്ളത്? ഒരു പ്രതീക്ഷയുമില്ല. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ നമ്മുടെ നടുവിലിരിക്കുന്ന പാവപ്പെട്ട ഒരു വിശ്വാസിയോട് വിളിച്ചു ചോദിക്കാം, നിങ്ങളുടെ ജീവൻ പോയാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷയാണുള്ളത്? അവർ വിളിച്ചു പറയും, ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. എന്റെ ആയുസ് കഴിഞ്ഞിട്ട് ഞാൻ ഉണരുമ്പോൾ ദൈവത്തിന്റെ രൂപം കണ്ട് തൃപ്തനാകും. അതാണ് എന്റെ വലിയ പ്രത്യാശ, എന്റെ വലിയ പ്രതീക്ഷ അതാണ്. അല്ലെങ്കിൽ ജീവൻ പോയാൽ പിന്നെയുള്ള എന്റെ പ്രതീക്ഷ അതാണ്, ഞാൻ നീതിയിൽ ദൈവത്തിന്റെ മുഖത്തെ കാണും. ഒരു ആയുസിന്റെ പ്രതീക്ഷയല്ല, ഈ ആയുസിലെ പ്രതീക്ഷയല്ല ഒരു ദൈവ പൈതലിനുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ ഉണരുമ്പോൾ ദൈവത്തിന്റെ മുഖം കണ്ട് തൃപ്തനാകും. അതുകൊണ്ടാണ് പൗലോസ് 2 കൊരിന്ത്യർ 5:2 നമ്മളിങ്ങനെ വായിക്കുന്നു, ഈ മൺകൂടാരത്തിൽ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ട് പാർക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്വർഗീയമായ പാർപ്പിടത്തിനെ വാഞ്ചിച്ചുകൊണ്ട് പാർക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു, എങ്കിലും സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഹല്ലേലൂയ സ്വർഗീയം, അതാണ് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ എന്ത് നേടിയാലും ഒരു തൃപ്തി ഇല്ലാത്തത്. കാരണം സ്വർഗീയമായതിനെ അന്വേഷിച്ചുകൊണ്ട് നമ്മൾ നിരന്തരം പാർക്കുകയാണ്. അതുകൊണ്ടാണ് 5:1 പറയുന്നത്, കൂടാരമായ ഈ ഭവനം അഴിഞ്ഞു പോകും. പ്രായം കൊണ്ടും ക്ഷീണം കൊണ്ടും രോഗം കൊണ്ടും ഈ ഭവനത്തിന് ഒരഴിവുണ്ട്. എന്നാൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ഞങ്ങൾ കൈപ്പണിയല്ലാത്ത ഒരു നിത്യമായ ഭവനം എനിക്ക് സ്വർഗത്തിലുണ്ട്. ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മളവിടെ നമുക്ക് വേണ്ടി ഉണ്ടാക്കുമെന്നല്ല, നമുക്ക് വേണ്ടി പണിയുമെന്നല്ല എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പോഴേ കരം കൊടുത്ത് അല്ലെങ്കിൽ നമ്മുടെ പേരിലാക്കിയ ഒരു ഭവനം
സ്വർഗത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിത്യമായ ഒരു ഭവനം എനിക്കുണ്ട് എന്നുള്ള പ്രത്യാശയുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സ്വർഗത്തിൽ നിത്യമായ ഒരു ഭവനം എനിക്കുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് നമ്മൾ പലർക്കും അമേരിക്കയിലും ഇന്ത്യയിലും ഒക്കെ വീടുള്ളത് പോലെ നമുക്ക് സ്വർഗത്തിൽ ഒരു വീടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ പ്രത്യാശ കൊണ്ട് നമ്മുടെ ഹൃദയം ഒന്ന് നിറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിത്യമായ ഒരു ഭവനമുണ്ട്. ആ പ്രത്യാശ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ മാർഗത്തിന് വേണ്ടി അനേക രക്തസാക്ഷികൾ എഴുന്നേറ്റത്. പ്രൈസ് ദി ലോർഡ്. റോമാ സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളെ പിടിച്ച് മെഴുകുശീലയിൽ പൊതിഞ്ഞ് അവർ നാടകശാലയിൽ കൊണ്ട്, അന്ന് കറണ്ട് ഇല്ല, ഇലക്ട്രിസിറ്റി ഇല്ല, അവരെ നാടകശാലയിൽ കൊണ്ടുവന്നിട്ട് അവരെ മെഴുകുശീലയിൽ പൊതിഞ്ഞ് അവരെ തീ കത്തിച്ചുകൊണ്ട് അവർ നാടകം കണ്ട് രസിച്ചു. എന്നാൽ ഈ ദൈവമക്കൾക്ക് ഒരു നിരാശയുമില്ലായിരുന്നു. ഒരു നിരാശയുമില്ലായിരുന്നു. ഹല്ലേലൂയ. അവർ വിളിച്ചു പറഞ്ഞു മാറാനാഥ. അതാണ് പൗലോസ് 1 കൊരിന്ത്യർ 16:22 പറയുന്നത്. മാറാനാഥ, അതിന്റെ അർത്ഥം ഇതാണ്, നമ്മുടെ കർത്താവ് വരും. നമ്മുടെ കർത്താവ് വരുന്നു. നമ്മുടെ കർത്താവിന്റെ വരവിൽ അവർ പ്രിയം വെച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർക്കൊരു നിരാശയുമില്ലായിരുന്നു. അവർ കർത്താവിന്റെ വരവിൽ പ്രിയം വെച്ചിരുന്നു. അവർ വിളിച്ചു പറഞ്ഞു ഹല്ലേലൂയ, ഞങ്ങൾ ഇന്ന് ഈ കർത്താവ്, നമ്മുടെ കർത്താവ് വരുമ്പോൾ ഈ ചാരത്തിലുള്ള എൻ്റെ ഈ ശരീരം അവന്റെ മഹത്വപൂർണമായ രൂപത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവർ കർത്താവിന്റെ വരവിനെ കാംക്ഷിച്ചുകൊണ്ട് അവർ ഈ ലോകത്തെ ചപ്പും കുപ്പയുമായി എണ്ണി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം അവർ വിശ്വസിച്ചിരുന്നു, നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നവർ എണ്ണി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ അല്ലെങ്കിൽ ആ പ്രത്യാശയുള്ളതാലോ അതുപോലെ ഈ കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ നിത്യമായ ഒരു ഭവനം അവരുണ്ടെന്ന് അവർ വിശ്വസിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുപോലെ അല്ലെങ്കിൽ ഒരു കർത്താവിന്റെ മഹത്വപൂർണമായ രൂപത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും എന്ന് അവർ വിശ്വസിച്ചിരുന്നു. ആ പ്രത്യാശയുള്ള അതുകൊണ്ടാണ് അല്ലെങ്കിൽ കേരളക്കരയിൽ അല്ലെങ്കിൽ അനേക പിതാക്കന്മാർ ഈ മാർഗത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. അന്ന് ഇറങ്ങിത്തിരിച്ചപ്പോൾ അവരെ ഇല്ലായ്മ ചെയ്യുവാൻ ജാതി ഭേദമില്ലാതെ അല്ലെങ്കിൽ ജാതികൾ അതുപോലെ സാമുദായിക സംഘടനകൾ അവർക്കെതിരെ എഴുന്നേറ്റു. അവരെ ഒറ്റപ്പെടുത്തി, അവരെ നിന്ദിച്ചു, അവരെ പരിഹസിച്ചു. അവർക്ക് തണല് പോലും അല്ലെങ്കിൽ മരത്തിന്റെ തണല് പോലും അവർക്ക് കൊടുക്കാതെ അവരെ ഓടിച്ചു വിട്ടു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവർ പിടിച്ചു നിന്നു. സ്വർഗം അവരെ മാനിച്ചു. പ്രൈസ് ദി ലോർഡ്. കേരളക്കരയിൽ അല്ലെങ്കിൽ ഈ ദൈവനാമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച പിതാക്കന്മാരെ കുറിച്ച് എനിക്ക് അഭിമാനമാണ്. അവരുടെ പിന്തുടർച്ചയിലായിരിക്കുന്നതിൽ എനിക്ക് സന്തോഷമാണ്. അവരെ ഞാൻ കണ്ടിട്ടില്ല, എന്നാൽ ഞാൻ അവരെ കാണും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് വേണ്ടി കർത്താവിന് വേണ്ടി നിലനിന്ന പിതാക്കന്മാരെ ഞാൻ കർത്താവിന്റെ വരവിൽ, കർത്താവിന്റെ പ്രത്യക്ഷതയിൽ ഞാൻ കാണും. അബ്രഹാമിനെ ഞാൻ കണ്ടിട്ടില്ല, എന്നാൽ അന്ന് ഞാൻ അബ്രഹാമിനെ അവിടെ കാണും. ഇസ്ഹാക്കിനെ ഞാൻ കണ്ടിട്ടില്ല, എന്നാൽ ഞാൻ അവിടെ കാണും. മോശയെ ഞാൻ കണ്ടിട്ടില്ല, എന്നാൽ ഞാൻ അവിടെ കാണും. യെശയ്യാവിനെ ഞാൻ അവിടെ കാണും. മനശ്ശെയുടെ കാലത്ത് യെശയ്യാവിനെ കാമരങ്ങൾക്കിടയിൽ വെച്ച് യെശയ്യാവിനെ അറുത്തു കൊന്നു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അല്ലയോ യെശയ്യാവേ, അങ്ങൊരു രാജകുടുംബത്തിൽ ജനിച്ചിട്ടും അങ്ങ് എന്തുകൊണ്ടാണ് ഇങ്ങനെ മരിക്കേണ്ടി വന്നത്? യെശയ്യാവ് വിളിച്ചു പറയും, ഒരു രാജാവ് നീതിയോടെ വാഴും. അന്ന് തന്റെ പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. അന്ന് സിംഹം കാളയെന്ന പോലെ പുല്ല് തിന്നും. ശിശുക്കൾ സർപ്പത്തിന്റെ പൊത്തിൽ കൈയിട്ട് കളിക്കും. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ സർവ്വഭൂമിയും അവന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അതുപോലെ കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായ അനേക ദൈവമക്കളെ ഞാൻ അവിടെ കാണും. വില്യം ടിൻഡലിനെ ഞാൻ കണ്ടിട്ടില്ല. ദൈവ വചനം തർജ്ജിമ ചെയ്തത് അല്ലെങ്കിൽ തീ കത്തിച്ചു കൊന്നു എന്നാണ് വില്യം ടിൻഡലിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. അല്ലെങ്കിൽ വില്യം ടിൻഡലിനെ ഞാൻ അവിടെ കാണും. ജോൺ ഹസ്സിനെ ഞാൻ അവിടെ കാണും. അല്ലെങ്കിൽ പൗലോസിനെ ഞാൻ അവിടെ കാണും. അപ്പൊല്ലോസിനെ ഞാൻ അവിടെ കാണും. പത്രോസിനെ ഞാൻ അവിടെ കാണും.
Praise the Lord. മക്കളെല്ലാം അപകടത്തിൽപ്പെട്ട് മരിച്ച് ഒരു ദൈവദാസൻ അല്ലെങ്കിൽ തന്റെ സ്വത്തുക്കളെല്ലാം അല്ലെങ്കിൽ മറ്റുള്ള അന്യജാതിക്കാർ അപകരിച്ചു കൊണ്ടുപോയി അല്ലെങ്കിൽ തന്റെ ശരീരം മുഴുവൻ അല്ലെങ്കിൽ സ്കിൻ വോംസ് അല്ലെ ത്വക്ക് പുഴുക്കൾ അല്ലെ തന്റെ ശരീരം മുഴുവൻ തിന്ന് നശിപ്പിക്കുമ്പോൾ ചാരത്തിലിരുന്നു കൊണ്ട് ഒരു കമ്പോട് കൊണ്ട് തന്റെ സ്കിൻ വോംസിനെ കുത്തിക്കളയുന്ന ദൈവദാസനോട് തന്റെ ഭാര്യ പറഞ്ഞു, ഇനിയെങ്കിലും ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് ഒന്ന് പോയി മരിച്ചുകൂടെ എന്ന് പറഞ്ഞപ്പോൾ ദൈവദാസൻ പറഞ്ഞു, ഈയം കൊണ്ട് ഇരുമ്പെഴുത്താണി കൊണ്ടും ഞാൻ ഈ പറയുന്നത് ഒന്ന് എഴുതി വെക്കണമേ, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു, അതവനൊടുവിൽ പൊടിമേൽ നിൽക്കുന്നു എന്ന് അറിയുന്നു. പുഴുക്കൾ ത്വക്ക് പുഴുക്കൾ എന്നെ തിന്നു നശിപ്പിച്ചാലും ദേഹസഹിതനായി കാണും. എന്റെ സ്വന്തം കണ്ണാൽ ഞാൻ അവനെ കാണും. നമ്മുടെ കർത്താവ് വരുന്നു, ഞാൻ അവനോടുകൂടെ ചേർക്കപ്പെടും. Praise the Lord. Hallelujah. നമ്മുടെ കർത്താവ് വരുന്നു, ഞാൻ അവനോടുകൂടെ ചേർക്കപ്പെടും. ആ കരങ്ങൾ അപ്രത്യാശയുള്ളവർ കരങ്ങൾ ഉയർത്തി എന്നോട് ചേർന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ കർത്താവ് വരുന്നു, ഞാൻ അവനോടുകൂടെ ചേർക്കപ്പെടും. പാട്ടുകാരൻ ഇങ്ങനെയാണ് പറയുന്നത്, ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതർ വീണ മീട്ടും സംഘത്തിൽ ആ പൊൻകിരീട കൂട്ടത്തിൽ എന്റെ പേര് വിളിക്കും. Praise the Lord. എന്റെ പേര് വിളിക്കുമ്പോൾ എന്റെ ദൈവത്തെ ഞാൻ കാണും. അപ്രത്യാശയുള്ളവർ അല്ലെങ്കിൽ അപ്രത്യാശയുള്ളവർ നമ്മൾ എന്നോട് ചേർന്ന് പാടിയാട്ട് അല്ലെങ്കിൽ ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതർ വീണമിട്ടും സംഘത്തിൽ ആ പൊൻകിരീട കൂട്ടത്തിൽ എന്റെ പേർ വിളിക്കും നേരത്തിൽ എന്റെ പ്രിയനെ ഞാൻ കാണും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യുദ്ധങ്ങളും യുദ്ധസ്തുതികളും എല്ലാം വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ കർത്താവ് വരാറായി. Praise the Lord. Hallelujah. Hallelujah. ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതർ വീണ മീട്ടും സംഘത്തിൽ ആ പൊൻകിരീട കൂട്ടത്തിൽ എന്റെ പേർ വിളിക്കും നേരത്തിൽ ആ പൊൻകിരീട കൂട്ടത്തിൽ എന്റെ പേർ വിളിക്കും നേരത്തിൽ കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനെ പ്രത്യാശയിൻ പ്രദീപമേ, യേശുവേ മണാളനെ പ്രത്യാശയിൻ പ്രദീപമേ, എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവോ, എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും വൃഥാവല്ലാതു നിശ്ചയം വേഗം കാണുമെൻ മണാളനെ, വൃഥാവല്ലാതു നിശ്ചയോ വേഗം കാണും എൻ മണാളനെ. കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനെ പ്രത്യാശയിൻ പ്രദീപമേ. കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ അപ്പച്ചന്റെ പാദപീഠത്തിലേക്ക് കടന്നു വരികയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം കൃപയിലും കൂടെ ഇരിക്കുമാറാകണമേ. ഞങ്ങളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണം. ഞങ്ങളുടെ കർത്താവ് വരും, ഞങ്ങൾ അവരോടുകൂടെ ചേർക്കപ്പെടും, ഞാൻ അവരോടുകൂടെ ചേർക്കപ്പെടും. കർത്താവെ, പ്രത്യാശ ഞങ്ങളിൽ നിന്ന് പുതുക്കുവാൻ ദൈവം ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ പ്രത്യാശയെ പുതുക്കി നിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുവാൻ കർത്താവെ, ലോക മനുഷ്യരായിട്ടല്ല ദൈവ മനുഷ്യരായിട്ട് ഞങ്ങളെ തന്നെ ഒന്ന് പുതുക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തരുമാറാകണമേ. ഞങ്ങൾ എവിടെയെങ്കിലും കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ എവിടെയെങ്കിലും കാപട്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവെ ഞങ്ങളോട് പൊറുക്കുമാറാകണമേ. ഇന്ന് പകൽക്കാലം ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. ദൈവ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറച്ചാട്ട് സർവ്വമാനവും മുഖത്തൊപ്പിച്ചെടുക്കും. യേശുവിൻ നാമത്തിൽ തന്നെ യുവജനങ്ങളാ ദൈവം നമ്മളെ അനുഗ്രഹിക്കും.